ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പോൾ ഏത്തപ്പഴവും അരിയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വാദിഷ്ടമായൊരു പായസമാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അത് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. മെയിനായിട്ടും വേണ്ടത് ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. എനിക്ക് അത്ര പഴുത്ത പഴം കിട്ടിയില്ല, കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഒരു മീഡിയം സൈസിലുള്ള 2 പഴം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. എനിക്ക് ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാനൊരു 4 പഴം എടുത്തത്. ഇത് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു നല്ല 2 ഏത്തപ്പഴം എന്ന് കണക്ക് വെച്ചാൽ മതി. പിന്നെ അതിനായിട്ട് ഒരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങയുടെ പാല്, ഒരു മുറി തേങ്ങയുടെ പാല് വേണം. നിങ്ങൾക്ക് ഒരു തേങ്ങയുടെ പാൽ ഒഴിച്ചിരുന്നാലും നല്ല രുചി തന്നെയാണ്, വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ ഇത്രയും നോർമലായിട്ട് ഇത്രയും ഒഴിച്ചാൽ മതി. പിന്നെ അതിനായിട്ട് ഞാനൊരു 200 ml പശുമ്പാൽ എടുത്തിട്ടുണ്ട്. ഈ പശുമ്പാലിന് പകരം നിങ്ങൾക്ക് ഒരു തേങ്ങയുടെ പാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. പക്ഷേ പശുമ്പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ആ പാലിൻ്റെയും കൂടെ ഒരു മണം വരുമ്പോൾ ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത്രയും സാധനങ്ങൾക്ക് ഒരു അര കിലോ ശർക്കരയുടെ നേർ പകുതി, 250 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര എടുത്തിട്ട് അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ അതിൽ ചേർക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് അരിയാണ് കേട്ടോ. സാധാരണ ഈ ഏത്തപ്പഴ പായസത്തിൽ മിക്കവാറും പേര് അരി ചേർക്കാറില്ല. ഈ അരിയും കൂടെ ഒന്ന് ചേർത്ത് നോക്കി നിങ്ങൾ ആ പായസം ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചുമന്ന പച്ചരിയുടെ പൊടി അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വെള്ള അരി ആണെങ്കിലും മതി, മുഴുവനായിട്ടുള്ള അരി ആണെങ്കിലും മതി, ഏതരി ആയിരുന്നാലും മതി. ഇത് ഞാനിവിടെ നമ്മുടെ 2 മീഡിയം സൈസ് പഴത്തിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും മതി, കാരണം അരി കൂടിപ്പോയാൽ പഴത്തിൻ്റെ രുചിയാണ് നമുക്ക് മുമ്പേ നിൽക്കേണ്ടത്. അരി കൂടിപ്പോയാൽ ആ പഴത്തിൻ്റെ രുചി താന്നു പോകും. ഇപ്പം ഞാനിത് ഈ ഒരു അരി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒരൊറ്റ വിസിലേ വരാവുള്ളൂ. കാരണം ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. ഇതൊരു കടിക്ക് വേണ്ടിയിട്ട് അരി ഇടയ്ക്കിടയ്ക്ക് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ, അല്ലാതെ വേവിക്കുകയാണെങ്കിൽ നമ്മൾ വേവ് നോക്കിയിട്ട് അത് വെന്തു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്ക് മാറ്റിയാൽ മതി. ഇപ്പം ഞാൻ ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നെയ്യുടെ കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആ പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് വെച്ച പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തീ വളരെ കുറച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് മീഡിയത്തിലോട്ടാക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഉരുളി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, കുക്കറിൽ വയ്ക്കാം. അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ പഴം ആദ്യം ഇട്ട് നമുക്കൊന്ന് വരട്ടി കൊടുക്കാം. പഴമൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുടരെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. നെയ്യൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത്രയും വേണമെന്ന്. അങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നാൽ മതി കേട്ടോ. ഇത് കണ്ട വഴണ്ടിട്ടുണ്ട്, നന്നായിട്ടിത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് അതിലും കിടന്ന് കുറച്ചുകൂടെ ഒന്ന് വഴണ്ട് വരണമല്ലോ. ഇത്രയും മതി. കണ്ട അടിയിലൊന്നും പിടിക്കാതെ ആ എണ്ണയൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായില്ലേ, ഇത് മതി. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട്, ഒരുപാടങ്ങ് കുഴച്ച് സ്മാഷ് ചെയ്യേണ്ട, കുറച്ച് കഷ്ണങ്ങളൊക്കെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ ഞാൻ ശർക്കര 250 ഗ്രാം ശർക്കരയെ പാനിയാക്കി ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട്. ഇനി ആ ശർക്കര പാകിലിട്ട് ഈ പഴം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കണം. കുറച്ച് അല്പം ഒന്ന് അടി കാണുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ അടി കാണുന്ന ഒരു പരുവായിട്ടുണ്ട്. നോക്കിയിട്ട് നല്ല ഒരു അടി കാണുന്ന ഒരു പരുവായിട്ടുണ്ടല്ലോ ഇപ്പോൾ. ഈ സമയത്ത് നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന അരിയില്ലേ, ഒരു 5 ടേബിൾ സ്പൂൺ അരി വേവിച്ചപ്പോൾ അത് പെരുകി ഇത്രയും ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയിൽ നിന്ന് ഞാൻ 3 പാലൊന്നും എടുത്തിട്ടില്ല കേട്ടോ.
ഒന്നാം പാൽ തിക്കായിട്ട് ഒരല്പം പാൽ അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ രണ്ടാം പാൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരല്പം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരല്പം ഒന്ന് തിളക്കട്ടെ. ഒരു 2-3 മിനിറ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളൊരു 200 ml പശുവും പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ആ പശുവും പാലും കൂടെ ഒഴിക്കാൻ പോവുകയാണേ. ഒരു 200 ml പശുവും പാലുണ്ട്. നിങ്ങൾക്ക് ഈ പശുവും പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ പാലങ്ങ് എടുത്താലും മതി. പക്ഷേ ഈ പശുവും പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പാലിൻ്റെ കൂടെ ഒരു മണമൊക്കെ വന്നിട്ട് ഈ പായസം ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുന്നത്. ഈ പായസം ഒരു ഭയങ്കര രുചിയുള്ളൊരു പായസമാണിത്. കാരണം ഏത്തപ്പഴവും നമ്മൾ അരി ആ ഒരു വിസിൽ അടുപ്പിച്ചതുകൊണ്ട് അരി ഇടയ്ക്ക് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് അങ്ങനെ ഒരു അരിയുടെ കടി കിട്ടുന്നത് പോലെ നമുക്കിത് കിടപ്പുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണേ. ഒന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം, വീട് മൊത്തം മണക്കുന്നു. ഇനി നമുക്കിതിൽ നന്നായിട്ട് കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഒന്നാം പാൽ ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്തിട്ടേ ഒഴിക്കാവേ. അപ്പോഴേ ആ തിക്നെസ് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. എനിക്കിതിൻ്റെ മണം സഹിക്കാൻ വയ്യ, നല്ല മണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് ഒരു അല്പം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഞാനത് നെയ്യിലൊന്ന് വറുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത്രയും തേങ്ങ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ പല്ല് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മെനക്കേടാണ് തേങ്ങയൊക്കെ കട്ട് ചെയ്ത് വറക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് അല്പസമയം മെനക്കെട്ടാൽ നല്ല ടേസ്റ്റായിട്ട് പായസം കുടിക്കാം. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മാത്രം വറുത്തിട്ടാലും മതി കേട്ടോ. ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഇത്തിരി പണി ചെയ്താൽ നമുക്ക് ടേസ്റ്റായിട്ട് പായസം കുടിക്കാം. നല്ലൊരു അല്പം ഒരു ബ്രൗൺ കളറായിട്ട് ഞാനിത് നെയ്യിൽ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കി കിടക്കുന്ന ഈ നെയ്യോടുകൂടി അങ്ങനെ ആ പായസത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുമ്പേ ഗാർണിഷ് ചെയ്തിട്ട് ആ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഈ തേങ്ങ വറുത്തിട്ടത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴ പായസം റെഡിയായി. ഈ ഏത്തപ്പഴ പായസം എങ്ങനെയാണ് ഒരു വെറൈറ്റി പായസമായതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഒരു 5 ടേബിൾ സ്പൂൺ അരി നമ്മൾ ഒരു കറക്റ്റ് വേവിന് വേവിച്ചതിലിട്ടില്ലേ, ആ അരിയും കൂടെ ഇട്ടപ്പോഴാണ് ഇതൊരു വെറൈറ്റി ആയത്. അരി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടപ്പുണ്ട്, അരിയുടെ കടി നമുക്ക് കിട്ടും. ഏത്തപ്പഴം നമ്മൾ അരച്ചിട്ടൊന്നുമില്ല, നമ്മൾ സ്മാഷ് ചെയ്ത് ഉടച്ചിട്ടേ ഉള്ളൂ. ആ ഏത്തപ്പഴത്തിൻ്റെ കടി ഇതിലുണ്ട്. പിന്നെ നമ്മൾ പശുമ്പാൽ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ മണമുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തിട്ടിട്ടുണ്ട്, അതിൻ്റെ മണമുണ്ട്. എല്ലാം കൂടെ ചേർത്തൊരു നല്ല മണം, വീട് മുഴുക്ക മണമാണ്. നല്ല മണത്തോടുകൂടി നല്ലൊരു പായസമാണ് കേട്ടോ ഇത്. ഇതിന് ഞാനിത് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. അപ്പം ഞാനിത് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മുടെ ചക്കര സ്കൂളിൽ നിന്ന് ഉടനെ എത്തും. അപ്പോൾ അവനൊന്ന് കൊടുത്ത് നോക്കാമേ. കൊള്ളാമോ കേട്ടാ? മധുരം കുറവാ? അയ്യോ ശരി, ഇനി മധുരം ഇട്ട് തരാവേ. കുഞ്ഞ് നല്ല കറക്റ്റ് ജഡ്ജ്മെൻ്റാണ് കേട്ടോ നടത്തിയത്. അവൻ കുഞ്ഞല്ലേ, അവന് മധുരം കുറവാണ്. നമുക്കൊക്കെ കണക്കായിട്ടുള്ള ഒരു മധുരമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ പായസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.